ഹായ് ഫ്രണ്ട്സ്, ലാക്ക് റെഡ് സ്റ്റോണിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ക്ലാഷ് കോർ റാങ്ക്ഡ് മാച്ചാണ്. അപ്പോൾ കുറേ നാൾക്ക് മുമ്പാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെറ്റിന് കുറച്ച് ഷോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രീ ഫയറിൻ്റെയും കുറച്ച് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും സ്ഥിരമായിട്ട് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കളി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ 3 നമ്മൾ തോക്കുകയാണ് കേസ്. ഓക്കെ, 3 കളി തോറ്റിട്ട് ലാസ്റ്റ് കളി നമ്മൾ പിടിക്കുകയാണ് കേസ്. ലാസ്റ്റ് 3ാമത്തെ കളി തൊട്ട് പിടിക്കുകയാണ് കേസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഫയർ ബ്രാൻഡ് ഹേട്ടനൊക്കെ എടുക്കാൻ നോക്കിയിട്ട്, അപ്പോൾ നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ട് ഫയർ ബ്രാൻഡ് ഹേട്ടന്, എലൈറ്റ് ഹേട്ടോ. അപ്പോൾ നമുക്ക് ഇവനാണെങ്കിൽ ഏതൊക്കെ വലിയ ആൾ ഇടിച്ചല്ല നോക്കുന്നത് കേസ്. അത് G8ക്ക് മുന്നിൽ ഞാൻ ആ റൗണ്ട് പോയി. പോട്ടെ എന്തായാലും റൗണ്ട് തിരിച്ചിട്ടില്ല. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട്. ഡെസർട്ടിക്കിൾ മാമനെ തന്നെ ഞങ്ങൾ തൂക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്ലൂവാർഡും കിട്ടും. ഓക്കെ, ഡെസർട്ടിക്കിൾ എടുത്താൽ ഗ്ലൂവാർഡ് കിട്ടും. 110 ആണെങ്കിൽ 1010. ഓക്കെ, 1100. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അർഷാൻ ഇവിടെ ഉണ്ട്. അവൻ പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയേക്കാണ്. ഹോങ്കോങ് ആണ് അവൻ. ഓക്കെ, അപ്പോൾ അർഷാൻ ഹോങ്കോങ് ആണിത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഹോങ്കോങ് തോമസിനാണ് അവൻ്റെ കയ്യിൽ. അപ്പോൾ കളി സ്പെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ വഴി അറിയില്ലെങ്കിൽ നോക്കാം. അപ്പോൾ ഈ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, നമ്മൾ പയ്യെ കയറാം. പക്ഷേ ഓരാണെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമാനായിരുന്നു കേസ്. നമ്മൾ ഷീൽഡിൻ്റെ ബാക്കിൽ വിളിച്ചപ്പോൾ അമ്മമാർ അതിൻ്റെ ഷീൽഡിൻ്റെ ബാക്കിൽ വിളിച്ചു. ഞാനാണെങ്കിൽ കണ്ടില്ല. ഞാനവിടെ കയറിയപ്പോഴാണ് കേസ് കാണുന്നത്. പിന്നെ ഞാൻ ഓടി വേഗം കയറുകയാണ്. കെല്ലിയെടുത്തുകൊണ്ട് തന്നെ വേഗം സ്പീഡിൽ കയറാം. അപ്പോഴാണ് അതോ നമുക്ക് അടി ഗ്ലൂവാണ്ടിട്ടാൽ പോയത്തേക്കും അടിച്ചില്ലോ. ഓക്കെ, ഒരു രക്ഷയില്ല. ഓക്കെ, ഒരു രക്ഷയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അർഷൻ. ഓക്കെ, നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, അങ്ങനെയാണ് പറയാം. ഓക്കെ, അവനെ കൊല്ലുന്നുണ്ട്. ബാക്കിൽ നിന്ന് കുറേ പേര് അടിക്കുക. അപ്പോൾ നമുക്ക് ആർക്കാണെങ്കിൽ തടുക്കാൻ പറ്റില്ലല്ലോ. അത് ബാക്കിൽ നിന്ന് പണി പാളി. ഞാൻ ഈ കളിയും പോവാണ് കേസ്. ഈ കളിയും പോയി പോട്ടെ, അവരുണ്ടായി തിന്നിട്ട്. ഇവനാണെങ്കിൽ നെറ്റും പോയി. ഓക്കെ, നെറ്റും ശോകത്തിലാണ്. കുഴപ്പമില്ല കേസ്, കുഴപ്പമില്ല. അവനാണെങ്കിൽ പോയിക്കോട്ടെ, നെറ്റില്ലാത്തതല്ലേ, നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, അടുത്ത റൗണ്ട് വന്നിട്ടുണ്ട്. അടുത്ത റൗണ്ട് വന്നു. നമ്മൾ തോമസിന് തന്നെ എടുക്കാം. ഓക്കെ, നമ്മുടെ മീൻ കണ്ണായ തോമസിന് ഗ്ലൂവാർഡും കിട്ടിയിട്ടുണ്ട്. 2 ഗ്ലൂവാർഡ് കിട്ടി. ഓക്കെ, 2 ഗ്ലൂവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ചെറിയ ഗൺ നമ്മൾ കളയണം കേസ്. കളയണം. നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗൺ കയറും കേസ്. ഡെസർട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടിയാണ് വച്ച് പിടിക്കുന്നത്. ഈ സൈഡിലെ വഴി എല്ലാവർക്കും അറിയാമായിരിക്കും, ഫാക്ടറിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി. ഓക്കെ, അപ്പോൾ ഇവിടെ ആരും ഉണ്ടോ എന്ന് നോക്കുകയാണ് കേസ്. അപ്പോൾ ഇവിടെ ഒരു അറ്റാക്കിങ് കണ്ടു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിച്ചില്ലാന്ന് വിചാരിച്ചു കേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ പോകുന്നതുകൊണ്ട് അവന്മാരെ ബാക്കിലേ വരാമെന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മര നൈസായിട്ട് തന്നെ അടിച്ചിടാം. അപ്പോൾ ഒരു കുട്ടി അതിൽ കൂടെ ഓടണമുണ്ട് കേസ്. ഓക്കെ, അത് എലൈറ്റ് പാസ്, നേരത്തെ എലൈറ്റ് പാസ്സാന്ന് തോന്നുന്നു. ഓക്കെ, നേരത്തെ തന്നെയാണ്. പിന്നെ എക്കി പിടിച്ച അവളെ ലോക്കാക്കി. അപ്പോൾ കില്ല് വേഗം കംപ്ലീറ്റ് ചെയ്യണം കേസ്. ആ കില്ല് വേഗം കംപ്ലീറ്റ് ഇല്ലെങ്കിൽ അമ്മർക്ക് ഉണ്ടാവും, ഇതങ്ങ് ഉണ്ടാവും. അപ്പോൾ ഈ കളി തോക്കുകയാണ് എന്തായാലും. ഓക്കെ, ഈ കളി എന്തായാലും ഞാൻ ഗ്ലൂവായിട്ട് റിവ്യൂ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അമ്മമാർ കൊന്നു കളഞ്ഞു കേസ്. അപ്പോൾ 2 പേരുണ്ടായിരുന്നു, ഞാൻ പിടിച്ചേക്കാൻ പറ്റിയില്ല. അപ്പോൾ സൈക്കിൾ തരൻ ഡബിൾ ബാറിൽ വെച്ച് കൊന്നു. അപ്പോൾ എൻ്റെ കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഫിസ്റ്റ് കൊണ്ട് ഇടിച്ചവനെ ഇവനങ്ങ് തീർത്ത്. എന്നാലും ജയിക്കാൻ പറ്റില്ലായിരുന്നു, അവനുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ പവർ കേസ്. ഇനി നമ്മൾ വെച്ച് പിടിക്കണം. അപ്പോൾ ഈ കളിയിൽ ഫുൾ ഗ്ലൂ അടിച്ച് നമ്മുടെ അർഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ കണ്ണ M887 അത് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി വെസ്റ്റ് ഗ്ലൂകളെല്ലാം എടുത്തു, എല്ലാം തൂക്കി കണ്ടോ. ഹോങ്കോങ് ആയത് കണ്ട കേസ്. ഓക്കെ, അത് തന്നെ. ഇനി നമുക്ക് ജനലൂർ ചാടിയിട്ട് മച്ചങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങ് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് 3ാമത്തെ ലൈഡ്. ഇത് തോറ്റാൽ പിന്നെ പോയി. ഈ കളി തോറ്റാൽ പിന്നെ പോയി. ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു കണ്ടൻറ്റ് പോകുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ 2 പേര് വരുന്നുണ്ട് കേസ്. 2 പേര്. ഓക്കെ, അപ്പോൾ ഇവരങ്ങ് വരട്ടെ. ഞാനൊരു ഗ്രനേഡ് അങ്ങ് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളങ്ങ് അടിച്ചു. അപ്പോൾ നമ്മുടെ അർഷൻ കയറി ഇങ്ങ് MP കൊണ്ടിട്ട് വച്ചങ്ങ് അലക്കി. അപ്പോൾ നമ്മളും കയറി 2 ഷോട്ടങ്ങ് കൊടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും മെഡിക്കറ്റ് ഇട്ട സമയം കളഞ്ഞാൽ നേരിട്ട് ആ കില്ല് കംപ്ലീറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. ഓക്കെ, അപ്പോൾ അർഷനൊക്കെ എനിക്ക് തന്നെ അടി കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളൊന്നും ചെയ്തില്ല. ആ തള്ളയായിരുന്നു നമ്മൾ
തീർച്ചയായും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കളി ബുയ അടിച്ചു. ഓക്കെ, ഈ കളി വിക്ടറി ചെയ്തു. അപ്പോൾ ലൂട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും കളി കയറും. ഓക്കെ, ഞാൻ ഈ കളി തോക്കും ചേർത്തിട്ടായിരുന്നു. ഈ കളി ഡെസാർട്ടുകൾ അവൻ എല്ലാത്തിനെയും എടുത്തു. ഓക്കെ, വെസ്റ്റൊക്കെ എടുത്തിട്ട് വേണ്ട, വെസ്റ്റ് വേണ്ട, റിപ്പയർ കിറ്റ് മതി. ഓക്കെ, എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്? ഓക്കെ, നമുക്ക് കളിയുടെ ഡെസാർട്ടുകളും ഉണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ കളിയിലെടുത്തത് നമ്മൾ M80 എടുക്കുമ്പോൾ ഡെസാർട്ടുകൾ എടുക്കണം കേസ്. കാരണം ഒരു ലോങ് റേഞ്ച് വേണം. അപ്പം ഡെസാർട്ടുകൾ പോയി. ഓക്കെ, ഞാൻ വീണ്ടും അത് എടുത്തിട്ടുണ്ട്. ഡെസാർട്ടുകൾ പിന്നെ നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അല്ല, വൺ ടാപ്പൊക്കെ അടിക്കുന്ന ഒരു സാധനമല്ലേ. അതങ്ങ് തൂക്കി. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ഷോക്ക് കാണിച്ചതിങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആളെ കണ്ടുള്ള തോന്നി എനിക്ക്. അപ്പം ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ ബാക്കിൽ കൂടെ പോയി ഒരുത്തന്നെ അവൻ ലോക്കാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു അവൻ, എടാ ഞാൻ ഒരുത്തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ഒരുത്തന്നെ അവിടെ കയറാൻ പോകുന്നു. വിടുവോ? നമ്മൾ വിടുവോ? കൊട്ടത്ത് പറഞ്ഞാൽ അവൻ ലോക്കായിട്ടോ. ഞാൻ ഒരുത്തൻ AW വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കുന്നത്. അവനെ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കൊട്ടു. നമ്മുടെ അർച്ചനക്കല്ലിങ്ങനെ അടി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കില്ല് കംപ്ലീറ്റ് ചെയ്ത് കേസ്. അർച്ചനൊക്കെ സമ്മതിക്കണം. അവൻ കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കളിക്ക് പോകും. അപ്പോൾ ആ കറക്റ്റ് തീർക്കണം ഞാൻ കണ്ടു. അപ്പോൾ അവനകത്ത് നമ്മൾ കുറേ നേരം ഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ തീർക്കണം. അവനെ തീർക്കാതെ ഈ കളി മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇത് തന്നെ അവനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ഈ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇല്ല. ഓക്കെ, അർഷാനാണ് കയറിയത്. ഓക്കെ, അപ്പോൾ അവനവനെ കണ്ടു. അപ്പോൾ ഒരു പെണ്ണുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, ആ കുട്ടീനെ അവിടെ ലോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂട്ടിട്ടു. അപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് അടി അതിറക്കാൻ അടിച്ചു. അപ്പോൾ അർഷാനും ഗ്ലൂവായിട്ടു, ഞാനും ഗ്ലൂവായിട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റിൻ്റെ മണ്ട കയറാമെന്ന് വിചാരിച്ചു ഈ സാധനത്തിൻ്റെ. അപ്പോൾ അവനെ അവിടെ നിന്ന് വേഗം കണ്ടുപിടിക്കാൻ കിട്ടും കേസ്. ഓക്കെ, അപ്പം എന്താ അവൻ അവിടെ ഉണ്ട്. ഓഫ്, നമ്മുടെ ടീമിനെ ലോക്കാക്കി. നമ്മൾ വിടുമോ? ടീമിനെ ലോക്കാക്കിയാ? അവളുടെ സിറിഞ്ചും ഉണ്ടായിരുന്നു കേസ്. കേമായി. അപ്പോൾ അർഷാന കില്ലങ്ങ് ഊസി കൊണ്ടുപോകും കേസ്. കണ്ടോളൂ, നമ്മുടെ ഗ്ലൂവാടും വേസ്റ്റാക്കി അവൻ കൊണ്ടുപോകണം നോക്കി കേസ്. കരച്ചിൽ വരുന്നു. അങ്ങനെ ആ കില്ലും അങ്ങ് കൊണ്ടുപോകും. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. കണ്ട ഡാമേജൊക്കെ ആയിരുന്നു. പോട്ടെ, പോവാണെങ്കിൽ പോട്ടെ. നമുക്ക് ഇനിയുണ്ടല്ലോ സമയം. ഇനിയുണ്ട് 2 കളിയും കൂടെ കേസ്. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ ബാക്കിലെ വഴിയാണ് പോകാൻ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്ലൂവാഡ്, ഇത് സിറിഞ്ച്, ഓക്കെ, എല്ലാ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ അടിച്ചു. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സ്ഥലമുണ്ട് കേസ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും. ഇത് കൂടെ. അപ്പം ഞങ്ങൾ അതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ 2 പേര് വരും കേസ്. 2 പേര്. ഞാൻ വിചാരിച്ച് പെടുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ അർഷാനുള്ളതുകൊണ്ട് പിന്നെ പറയാനൊന്നുമില്ല. അർഷാൻ നോക്കിക്കോളൂ എല്ലാ കാര്യം. ആ ഒരു രീതിക്ക് അങ്ങ് പോയി. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഈ സാധനമൊക്കെ വെറുതെ അടിച്ച് കളഞ്ഞു കേസ്. അതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കയറി അടിക്കേണ്ട, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കളിക്കാം. അപ്പോൾ അവിടെ ആളെ കണ്ടു കേസ്. ഞാൻ ഡെസാർട്ടുകൾ മാമൻ എടുത്തിട്ട് നല്ല വച്ചങ്ങ് അലക്കി. ബൈ, നല്ല ഡാമേജ് വന്നു കേസ്. അപ്പോൾ ഒരുത്തൻ ലോക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഗ്രനേഡ് ആയിരുന്നു കേസ്. ഓക്കെ, ഗ്രനേഡ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ നിൽക്കാൻ പാടില്ല. അത് വലിയൊരു തെറ്റാണ്. അപ്പോൾ അർഷാൻ പറഞ്ഞുകൊണ്ടൊരു ലോക്ക് ഉണ്ടാക്കി വേഗം കംപ്ലീറ്റ് ചെയ്യടാന്ന്. അപ്പോൾ ആ കില്ല് വേഗം കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ സൈഡിൽ കൂടെ പോയിട്ട് അവൻ്റെ കില്ലും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കില്ലും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പെർഫെക്റ്റ് കൊണ്ടായിരുന്നു ആ കില്ല്. കിൽ ഫീൽഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് കയറാൻ പോവാണ്. ഓക്കെ, ഈ കില്ല് നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറി പോകുന്നത്. അപ്പോൾ അവൻ എലിമിറ്റഡ് ആവുകയാണ് കേസ് ചെയ്യുന്നത്. ഓക്കെ, അവനാണെങ്കിൽ നമുക്കൊരു കില്ലും തരാതെ എലിമിറ്റഡ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓക്കെ എലിമിറ്റഡ് ഗെയിമായി. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഇമോട്ട് ഇട്ടു. ഒരുത്തൻ കണ്ടോണ്ടിരിക്കല്ലേ, കുഴപ്പമില്ല. ഒരു ഇമോട്ടല്ലേ, ഒരു ഇമോട്ട് പോട്ടെ. നമുക്കിത് ഫ്രീ ഇമോട്ടായിരുന്നു. ഓക്കെ, ഫ്രീ ഇമോട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ വിടുമോ? അപ്പോൾ വേറെ ഒരു ഇമോട്ടും ഇല്ല. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലാണ് വേറെ ഇമോട്ട്. ഇത് അർഷാൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് കേസ്. അർഷാനക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നല്ല സെറ്റ് ഫുൾ സെറ്റോടെയാണ് കേസ് പോകുന്നത്. ഫുൾ സെറ്റായിട്ട്. ഓക്കെ, അർഷാനൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്തങ്ങ് റാഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ ഷോട്ട് 2 എണ്ണം എടുത്തു. നമുക്ക് ഡയറക്റ്റ് ബാക്കിലൂടെ പോയി വച്ചമാരെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കളിയിൽ കിട്ടുന്ന 1 കില്ലാണ് കേസ്. ഫുള്ളായിട്ട് നമ്മൾ സെക്കൻഡ് പിടിച്ചു. ഓക്കെ, സെക്കൻഡ് പിടിച്ചൊരു കളിയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങ് റഷ് ചെയ്ത് തീർച്ചില്ലാന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ചാപ്പുള്ളതാണ്. ഓക്കെ, റഷ് ചെയ്ത് തീർത്തുന്നു. അപ്പോൾ ഉടനെ ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചത്. ഓക്കെ, ആളുന്നുണ്ട്. അപ്പോൾ ഗ്ലൂവാഡ് ഉണ്ട് കേസ്. ഗ്ലൂവാഡ് കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ അവിടെ ഒരു ഹെഡ്ഷൂട്ട് കൊടുത്ത് കേസ്. 93 ഹെഡ്ഷൂട്ട്. അപ്പോൾ അവിടെ AW കൂടെ ഉണ്ട്. അവൻ ഹാക്കറാണ് കേസ്. അപ്പോൾ തന്നെ അവിടെ മാഞ്ഞു പോയി. എന്തത്? അപ്പോൾ ഗ്രനേഡിൽ നല്ല ഡാമേജ് ചെയ്ത് കേസ്. ബൈ, അർഷാനൊക്കെ ഡാമേജ് ചെയ്യും. ഞാൻ 4 ബൈ, ഞാൻ അടിച്ചവിടെ കിടത്തി. കാർനാൻറ്റിയും കൊണ്ട് നമ്മളെ കൊല്ലാൻ വരിക. കാർനാൻറ്റിയും കൊണ്ട് നമുക്ക് ഗ്രനേഡ് ഇട്ടതും പോരാ, നമ്മളെ കൊല്ലാനും വരുന്നു കേസ്. അപ്പോൾ നമുക്ക് ദേഷ്യം വരില്ല. അത് ആരാടെങ്കിലും ദേഷ്യം വരും കേസ്.
ഓക്കെ നമുക്ക് ഇത്ര ഒന്നും അവിടെ കാറിനെ കൊണ്ട് ബാക്കിലൊന്നും പോരുത്. എല്ലാം ഷോർട്ട് റേഞ്ചും പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇതും കൊണ്ടൊക്കെ പോയാൽ കിട്ടുന്ന പണി വേറെ ഇരിക്കും. ഓക്കെ, നമുക്ക് ഇത് അതിൻ്റെ കൊണ്ടല്ലേ നിർത്താം. ആക്കിയിട്ട് അർഷൻ കുമ്മി ഒരു ഡാമേജ് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് എടുത്തു ആക്കിയില്ല. ഇനി പറയേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.